ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു വചനവുമായി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് ഞാൻ ഈ വചനം ആരംഭിക്കുന്നു. മഹത്വം യേശുവിന് കൊടുക്കുന്നു, ആ യേശുവിന് മാത്രം. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഗാലക്സികളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു പദ്ധതി ഈ ഇതിനകത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജൈജാൻറ്റിക് പ്ലാൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഭീമാകരമായ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി. അതൊരിക്കലും ഒരു മനുഷ്യനോ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനോ ഒരിക്കലും ഒരാൾക്കും ചിന്തിക്കാനോ നനയ്ക്കാനോ, വചനം പറയുന്ന പോലെ ഒരാൾക്കോ ചിന്തിക്കാനോ നനയ്ക്കാനോ പറ്റാവുന്നതിനൊക്കെ അപ്പുറമായ നമുക്ക് ഈ 850 അല്ലെങ്കിൽ 900 ഗ്രാം ഉള്ള ഒരു തലച്ചോറിനകത്ത് ഇതൊന്നും ചിന്തിക്കാനോ ഇന്നേ വരെ ലോകത്തിലെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും അതിനെക്കുറിച്ച് വിവരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കരമായൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഈ ആകാശത്തെ കോടാനുകോടി ഗ്രഹങ്ങൾ, അതിനകത്ത് ഉള്ള കോടാനുകോടി സൗരയൂഥങ്ങൾ, ഈ ഭൂമി, നവഗ്രഹങ്ങൾ, അതിനകത്തുള്ള സാധനങ്ങൾ, അപ്പോൾ അതെല്ലാം കൂടിയുള്ള ഒരു ഭീമാകരമായ ഒരു പദ്ധതി. അപ്പോൾ അതിനകത്ത് ഇത്ര വലിയ ഒരു ദൈവം. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇപ്പം ഞങ്ങൾ എറണാകുളം ജില്ലയിലുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏതോ ഒരു ഫുട്ബോൾ മേള നടക്കുമ്പോഴത്തേന് ഇവിടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏതോ കുറച്ച് ദേശത്തു നിന്നുള്ള വടക്ക് ഭാഗത്തു നിന്നുള്ള കുറച്ച് മലപ്പുറം, കോഴിക്കോട് ഭാഗത്ത്, കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള കുറച്ച് ഫുട്ബോൾ ആരാധകർ വന്ന് ഇവിടെ കൂടുമ്പോഴത്തേക്ക് ഏതോ ISL എന്ന് പറഞ്ഞ എന്തോ ഒരു ഫുട്ബോളാണ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ഇതിവിടെ നടക്കുമ്പോഴത്തേക്ക് അതിന് ആ 2 ദിവസം ട്രാഫിക് ഭയങ്കര ജാമായിരിക്കും. ഒരു വണ്ടി പോലും അനങ്ങാൻ മണിക്കൂറുകളെടുക്കും. അപ്പോൾ അതുപോലെ തിരക്കുള്ളൊരു സമയമാണ് എറണാകുളം സൂപ്പർ ലീഗ് നടക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ആലോചിച്ചത് ഈ കോടാനുകോടി നക്ഷത്രങ്ങളും ഇതുമൊക്കെ കോടാനുകോടി ഗാലക്സികളുണ്ടെന്നാണ് ഇന്ന് വരെയുള്ള ഒരു കണക്കുകൂട്ടലുകൾ. അപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, വചനം സത്യമാണ്, അതിനകത്തൊരു മാറ്റമില്ല. എന്നുവെച്ചാൽ ഈ കടൽ തീരത്തെ മണൽ തരികളെ കഴിഞ്ഞ് അധികം നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. സ്തോത്രം. ഈ ഗാലക്സിയിൽ ഉണ്ട്. അപ്പോൾ അത് എണ്ണി തീർക്കാൻ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ അതുപോലെ ഇരിക്കുന്ന ആ നക്ഷത്ര സമൂഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഒരു ചെറുതാണ്. അപ്പോൾ ആ ദൈവം ഈ കോടാനുകോടി എണ്ണി തീർക്കാനാകാത്ത അത്രയും മണൽത്തരികളെ പോലെ ആ നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്നൊന്നിനെ തൊടാതെ ഇത്രായിരം വർഷങ്ങളായിട്ട് ഒന്നിനെ തൊടാതെ ഇന്നും കാത്തു പരിപാലിക്കുന്നു. സ്തോത്രം. ഇവിടെ എറണാകുളത്ത് ഒരു ചെറിയൊരു ISL മേള നടക്കുമ്പോഴത്തേന് ഒരു 10,000 വണ്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ 2 ദിവസത്തേന് അല്ലെ ഒരാഴ്ചത്തേക്ക് ഈ കൊച്ചി ട്രാഫിക് പോലീസിൻ്റെ എല്ലാ പദ്ധതികളും തെറ്റിപ്പോവും, ക്യാമറ കംപ്ലീറ്റ് ഓഫാവും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഇത്ര വലിയ ആകാശം, ഈ ഗാലക്സിയിൽ നടക്കുന്ന ഇത്ര കോടാനുകോടി ആ നക്ഷത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലിയ പദ്ധതിയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഭീമാകരമായ ആ ജൈജാൻറ്റിക് പ്ലാൻ, അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ അവിടെ ഞാൻ ഈ നമ്മുടെ സുവിശേഷ ഭാഗങ്ങളിൽ ഞാനൊരു കാര്യം വായിച്ചപ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഒരു ശതാധിപൻ, പിന്നെ ഒരു കനാന്യ സ്ത്രീ. അപ്പോൾ ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ
ആ ദൈവം ഭൂമിയിലൂടെ ഒരു മനുഷ്യനായിട്ട് നടന്നപ്പോഴത്തേന് ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പോലും, ആ ജൈജാൻറ്റിക് പ്ലാനിന് പോലും ഒരു വ്യത്യാസം വരുത്തിയ 2 പേര് എൻ്റെ മനസ്സിൽ. എൻ്റെ ഈ 850 ഗ്രാം അല്ലെങ്കിൽ 900 ഗ്രാം ആ വെയിറ്റുള്ള ഈ തലച്ചോറിനകത്ത് ഞാനൊരു കണ്ണുമുട്ടനാണ്, വെറും മണ്ടനുമാണ്, ഞാൻ വിക്കനായിരുന്നു. ഇപ്പം അതൊക്കെ മാറി കർത്താവ് എന്നെ ആരോഗ്യകരമായിട്ട് ഇരുത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മണ്ടൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അല്ല ശരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേന് ആ ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മനോഭാവം വ്യത്യസ്തത വരുത്തിയ 2 പേര്. അതിനകത്ത് ഒരാളാണ് ആ സെഞ്ചൂറിയൻ ശതാധിപൻ, പിന്നെ ഒന്ന് ഒരു കനാന്യ സ്ത്രീ. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ശതാധിപൻ ഇങ്ങനെ ആ ശതാധിപൻ്റെ ഒരു പോളിഷ് ചെയ്യുന്ന ആളോ ഏതോ ഒരു പണിക്കാരൻ സുഖമില്ലാതെ മരണാസന്നനായിട്ട് കിടക്കുന്നു. അപ്പോൾ ആ ശതാധിപൻ വന്നിട്ട് യേശുവിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ യേശുവിനെ കാണാനായിട്ട് വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴത്തേന് അവൻ യേശുവിനെക്കുറിച്ച് കൂടുതൽ, നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴത്തേന്, നമ്മൾ യേശുവിനോട് അടുക്കുമ്പോഴത്തേന് ആ വചനം പറയുന്നത്, നിങ്ങൾ അടുത്ത് വരുവിൻ, നിങ്ങൾ എന്നോട് അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടുതൽ അടുത്ത് വരും. അപ്പോൾ യേശുവിനോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴത്തേന് കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള ആ തെറ്റുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ നമ്മുടെ ഉള്ളിലെ ആത്മാവ് നമ്മളോട് പറയും, ഇല്ല, നിനക്ക് പോകാൻ പറ്റിയ ആ നീ ഇപ്പോൾ പോകാൻ, യേശുവിൻ്റെ മുമ്പിലോട്ട് പോകാൻ നീ യോഗ്യനല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആ സെഞ്ചൂറിയൻ, ആ ശതാധിപൻ ഇങ്ങനെ യേശുവിനെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ്. അപ്പോൾ അവരങ്ങനെ പോയപ്പോഴത്തേക്ക് അവൻ്റെ ഉള്ളിൽ എന്തൊക്കെ തോന്നിക്കാണണം. പക്ഷെ അവൻ യേശുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. അങ്ങനെ യേശു വരുന്ന വഴിയിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴത്തേന് അവൻ ആ ദൈവത്തോട് പറയുന്നത് ഇതുപോലെ, ഇവൻ പ്രതീക്ഷിച്ച് വന്ന കാര്യങ്ങളൊക്കെ അവൻ വിട്ടുപോയി, അതൊക്കെ വിട്ടു. അവൻ യേശുവിനെ കാണുമ്പോഴത്തേക്കും പറയുന്നത്, യേശുവെ, അങ്ങ് എൻ്റെ പുരയ്ക്കകത്തേക്ക് വരാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല. അങ്ങ് എൻ്റെ പുരയ്ക്കകത്തേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ കൊള്ളാത്തവനാണ്. നീ എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട, ഞാൻ ഒട്ടും കൊള്ളത്തില്ല, ഞാൻ ഒരു യോഗ്യതയില്ലാത്തവനാണ്. നീ ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ അവൻ സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശു പോലും ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ ആ ഒരു ചിന്താഗതിയെ മാറ്റിക്കളഞ്ഞ് ഇവൻ വരുന്നതും ഇവൻ്റെ ആവശ്യമെല്ലാം യേശു അറിഞ്ഞു. യേശു ദൈവമോ? ഇവൻ വരുന്നതിന് മുമ്പേ യേശു ഇതെല്ലാം അറിഞ്ഞു. അപ്പോൾ യേശു അവിടെ നിന്നു. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല, ഞാൻ അതിന് തക്കതായ യോഗ്യത ഒന്നും എനിക്കില്ല, ഞാൻ വെറും കൊള്ളരുതാത്തവനാണ്. നീ ഇവിടെ നിന്നുകൊണ്ട് നീ എൻ്റെ പുരയ്ക്കകത്തോ അല്ലെങ്കിൽ അങ്ങോട്ടോ വരണം, നീ ഇവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് യു എന്ന് വെച്ചാൽ അങ്ങേക്ക് അസാധ്യമായ ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ ഇവൻ അവിടെ ആ സെഞ്ചൂറിയൻ, ഒരു ശതാധിപൻ വഴിയിൽ നിന്നുകൊണ്ട് കേഴുകയാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് പറയേ, നീ ഇവിടെ നിന്ന് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ജോലിക്കാരൻ അവിടെ സൗഖ്യമായിട്ട് എഴുന്നേൽക്കും എന്നുവെച്ചാൽ അങ്ങേക്ക് അസാധ്യമായ കാര്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ആ ഒരു മനോഭാവം യേശുവിന് ഇഷ്ടപ്പെട്ടു. യേശു അവിടെ നിന്ന് ആ വിശ്വാസത്തിന് മുമ്പിൽ ഇതാണ് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആ യേശു, ആ ദൈവം, അവൻ്റെ വിശ്വാസം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവം അവിടെ നിന്ന് പറയുന്നത്, നിൻ്റെ ഈ വിശ്വാസം എനിക്കിഷ്ടപ്പെട്ടു, നിൻ്റെ ആ ജോലിക്കാരൻ ഇപ്പം തന്നെ സൗഖ്യമായിരിക്കും. അവൻ നമ്മളവിടെ കാണുന്നത്, അവൻ അത് കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേന് ബാല്യക്കാരൻ ജോലിക്കാരൻ സൗഖ്യമായിട്ടിരിക്കുന്നു. സമയം ചോദിച്ചപ്പോൾ കറക്റ്റ് യേശുവായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് ഈ ആൾ സൗഖ്യമായിരിപ്പുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ കാണുന്നത് കനാന്യ സ്ത്രീ അവിടെ അതും അടുത്തൊരു വിശ്വാസം ചോദിച്ചതാണ്. അതായത് അവളുടെ ഒരു വിശ്വാസം.
കനാന്യ സ്ത്രീ ആ, ആ, വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വന്ന് ദൈവത്തോട് പറയുന്നുണ്ട്. ഒരു വിരുന്ന് നടക്കുന്ന ആ ഒരു ഭവനത്തിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ആ ആ, അല്ല അല്ല കനാന്യ സ്ത്രീയുടെ മകള് സുഖമില്ലാതിരിക്കുക. അപ്പോൾ അവൾ ഓടി കരഞ്ഞുകൊണ്ട് പുറകെ വരുന്നുണ്ട്. അപ്പോൾ പല പ്രാവശ്യം കഴിയുമ്പോഴത്തേന് ശിഷ്യന്മാരിങ്ങനെ പറയുന്നുണ്ട്, അവൾ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേന് യേശു എവിടെയോ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ യഹൂദന്മാരാണല്ലോ കൂടുതൽ. അപ്പോൾ ഇവള് കനാന്യ സ്ത്രീയുമാണ്, അന്യജാതിക്കാരി. അപ്പോൾ യഹൂദന്മാരും ശിഷ്യന്മാരും എല്ലാം കൂടെയുണ്ട്. അപ്പോൾ യേശു അവിടെ നിന്ന് പറയുന്നത് ഇങ്ങനെ മക്കൾ, യഹൂദന്മാർ മക്കളാണ്, അങ്ങനെയാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോഴത്തേന് അവളൊന്നും നീ എന്ന് വെച്ചാൽ നീ നായ, നീ ഒരു പട്ടിയാ എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞെങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല. അവൾ അവിടെ കൊണ്ട് പറഞ്ഞത്, യേശുവേ, നായ്ക്കളും ആ മേശമേൽ നിന്ന് വീഴുന്ന എല്ലും കഷ്ണം അത് മതി, ഈ യഹൂദൻ അവൻ മക്കളാ, അവൻ കഴിക്കട്ടെ, അത് കഴിഞ്ഞുള്ള എല്ലും കഷ്ണം ഉണ്ടല്ലോ ആ വേസ്റ്റ് താഴോട്ടിട്ടു, അത് മതി, ഞങ്ങളത് വലിച്ച് കഴിച്ചോളാം. അപ്പോൾ അവിടെയും ദൈവം ഒന്ന് സ്ട്രക്കായി. അവിടെ നിന്നുകൊണ്ട് ആ ദൈവം അവിടെ നിന്ന് പറയുന്നത്, നിൻ്റെ ഇത്ര വലിയ വിശ്വാസം, ആ ശതാധിപൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവളോടും പറയുന്നുണ്ട്, ഇതുപോലെ വിശ്വാസം യഹൂദന്മാരുടെ ഇടയിൽ ഇസ്രായേലിൽ കൂടെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അവളുടെ മകളെ അപ്പം തന്നെ അവൾ സൗഖ്യമായതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും ദൈവത്തിൻ്റെ പോലും ആ മനോഭാവത്തെ പിടിച്ചു നിർത്തിയ രണ്ട് വിശ്വാസികളാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ചില നല്ല അവയവങ്ങളായിട്ട് ടൂളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ഗദരദേശത്തെ ഒരു ഉപദ്രവം ബാധിച്ചവൻ. അപ്പോൾ നമ്മളവിടെ കാണുന്നത് അവൻ ദക്കപ്പലി എന്ന് പറഞ്ഞൊരു നാട്ടുകാരൻ. അപ്പോൾ ദക്കപ്പലി നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേന് അവൻ നമ്മളവിടെ കാണുന്നത് യേശു ആ ദേശത്തോട്ട് ചെന്നിറങ്ങുമ്പോൾ തന്നെ അവൻ കല്ലറകൾ പാർത്തുകൊണ്ടിരുന്നവൻ ഓടി വന്നു യേശുവിന് മുമ്പിൽ വന്ന് വീഴുന്നു. എന്നിട്ട് ആ ഭൂതം ഇറങ്ങി വന്ന് പറയുന്നു, നീ ഞങ്ങളെ സമയത്തിന് മുമ്പേ നശിപ്പിക്കാൻ വന്നു എന്ന് ചോദിച്ചൊക്കെ ബഹളം വെക്കുമ്പോഴേന് യേശുവിനോട് അനുവാദം ചോദിച്ചിട്ട് യേശു പറയുന്നത് ഇവനെ വിട്ടു പോകാനാണ് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ അധികാരം അവിടെ എടുക്കുന്നു, അവനെ വിട്ടുപോയി. അവന് ആ ഭൂതങ്ങൾ 7000 ഭൂതങ്ങളുണ്ടായത് അതുങ്ങൾ 10,000-20,000 പന്നികളിലോട്ട് ചെന്ന് കയറി. അങ്ങനെ ആ വർഷങ്ങളോളം ആ ചെറുപ്പക്കാരൻ്റെ മേൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ഭൂതങ്ങൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് പന്നിക്കൂട്ടത്തിലോട്ട് ചെന്ന് കയറിയപ്പോഴത്തേന് ആ പന്നികൾ മുഴുവനും പോയി കടലിലോട്ട് വീണ് ചത്തുപോയി. സ്തോത്രം. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ കാണുന്നത് അത് യേശു ആ മകനെ കാണാൻ വേണ്ടി, അതായത് ദൈവത്തിന് ആവശ്യമുള്ള ഒരാളെ, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്ന ഒരാൾ, അവൻ എത്ര വലിയ കല്ലറയിൽ താമസിച്ചോ എങ്ങനെ കടന്നു പറഞ്ഞാലും അവനെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലൊരു ആയുധമായിട്ട് കിട്ടിയാൽ അവനെ എടുത്ത് ഉപയോഗിക്കും. നമ്മളവിടെ കാണുന്നത് ദക്കപ്പലി എന്ന് പറഞ്ഞ സ്ഥലം 10 പട്ടണങ്ങളുടെ നഗരം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് ആ 10 പട്ടണങ്ങളും സുവിശേഷീകരിക്കാൻ ഈ ഒരൊറ്റ ഭൂതഗ്രസ്തൻ മതിയായിരുന്നു. സ്തോത്രം. അപ്പോൾ അവനെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഏറ്റവും നല്ല ഒരു ആയുധമായിട്ട് ഉപയോഗിച്ച് അനുഗ്രഹമായിട്ട് സുവിശേഷം അവിടെ മുഴുവനും അത് വ്യാപരിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് ശമരിയക്കാരത്തി സ്ത്രീ. അപ്പോൾ നമ്മൾ ലോകം നോക്കുമ്പോൾ ഏറ്റവും മോശം ആയിരുന്ന ഒരവസ്ഥയിലായിരുന്നു അവൾ. 2, 3, 4 ഒക്കെ ഭർത്താക്കന്മാരുടെ കൂടെയൊക്കെ ജീവിച്ചിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു. പക്ഷെ അവളെ കാണാൻ വേണ്ടി തന്നെ ദൈവം അതുവഴി വന്നു.
ഒരിക്കലും വഴിതെറ്റിപ്പോയതല്ല. ദൈവം ഇതെല്ലാം നമ്മുടെ സക്കായി അവിടെ ഇരുന്ന പോലെ, ആ മരത്തിന് കീഴിൽ കൂടെ യേശു വന്നതുപോലെ കൃത്യം ആ കിണറ്റിൻകരയിൽ കൂടി, കിണറ്റിൻകര സുവിശേഷം എന്നാണ് സ്തോത്രം ഞാൻ പറയുന്നത് തന്നെ. അപ്പം ആ കിണറ്റിൻകര വഴി യേശു നടന്നു വന്നു, അവളോട് സുവിശേഷം പറയുന്നു. അത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. യേശു അതിലെ വന്നു, അവളുമായിട്ട് കണ്ടുമുട്ടുന്നു. അവൾ ഓടി നമ്മളെ കാണുന്നത്, അവളെ ശമരിയക്കാരുടെ ആ ദേശത്തോട്ട് പോയി. അവൾ ഒത്തിരി ആൾക്കാരോട് നമ്മൾ നോക്കി ഇരിക്കുന്ന ആ ക്രിസ്തു ഇവിടെ വന്നു, നിങ്ങളും വന്ന് കാണണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഞങ്ങളുടെ തങ്കുപേരൊക്കെ പറയുന്നു, ഗോ ആൻഡ് സ്പെൽ, പോവുക പറയുക. അപ്പം അവളത് കേട്ടു, അവൾ പോയി പറഞ്ഞു, ശമരി ദേശം മുഴുവൻ പറഞ്ഞു. അവിടെ നമ്മൾ ആദ്യത്തിൽ കാണുന്നത് ഈ നാട്ടുകാരെല്ലാം ഓടി വന്നിട്ട് പിന്നീട് യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറയുന്നത്, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ തന്നെ വന്നു അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പം അങ്ങനെ ഇത് നമ്മളെ ഇതുപോലെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ആരൊക്കെ തള്ളിയാലും നമ്മളെ അതുപോലെ ഉപയോഗപ്പെടുത്തും പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ പല വെളിപാടുകൾ തരും, ആർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലായിട്ട് നിറച്ചു തരും. അപ്പോൾ അതങ്ങനെ അവർ രണ്ടുപേരും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ, സ്തോത്രം, അവൾ ഒരിക്കൽ അവിടെ ഇരിക്കുമ്പോഴത്തേന് അതൊരു വചനമാണ്. വചനം കേൾവിയാൽ വരുന്നു. കേൾവി വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ പറയണം. അപ്പോൾ പറയുമ്പോൾ അത് കേൾക്കും, അവളത് ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കുന്നവൾ അത് ഓടി വന്ന് അവൾ ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു സൗഖ്യമായി. അപ്പോൾ അവൾ ആ വഴിയിൽ ഇരുന്നപ്പോൾ എങ്ങനെയോ യേശുവിനെക്കുറിച്ച് കേട്ടു. അപ്പോൾ അങ്ങനെ യേശു ആ വഴി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൾ ഓടി, അങ്ങനെ അവൾ ആ വചനം കേട്ടു, അവളത് വിശ്വസിച്ചു. അവളൊരു കാര്യം നിശ്ചയിച്ചു, ഞാൻ യേശുവിനെ കാണും, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടും, ഞാൻ സൗഖ്യമാവും. ഇവിടെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ വിളിച്ചു പറയേണ്ടതല്ല. അവളുടെ മനസ്സിൽ ഒരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചു, എന്നുവെച്ചാൽ ഞാൻ സൗഖ്യമാകും, ഞാൻ യേശുവിനെ കാണും, ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും, ഞാൻ സൗഖ്യമാവും, ഞാൻ സാക്ഷിയാവും. സ്തോത്രം. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഒന്നുകൂടെ കൂട്ടിയതാണ്. എന്ന് വെച്ചാൽ ഞാനും ഇതുപോലെ തന്നെ ഞാൻ സൗഖ്യമാവും, ഞാൻ സാക്ഷിയാവും. സ്തോത്രം. ഗോ ആൻഡ് സ്പെൽ. സ്തോത്രം. നമ്മൾ പോകും, നമ്മൾ സുവിശേഷം പറയും, നമ്മൾ യേശുവിൻ്റെ സാക്ഷിയാവും. നമ്മളെല്ലാവരും യേശുവിന് സാക്ഷികളാണ്, സാക്ഷ്യം പറയാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശു അതിൽ നടന്നു വന്നു, അവൾ ഈ ഇത്രയും ആൾക്കാരുടെ ഇടകളെ ഓടി ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു ആ സെക്കൻഡിൽ അവൾ സൗഖ്യമായി, അത്ഭുതമായി. അവിടെ ഇത്രയും പേര് കൂടി നിൽക്കുന്ന യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ആരാ എന്നെ തൊട്ട്? ആൾക്കാർ കളിയാക്കിയെങ്കിലും ദൈവം ഒരു കാര്യം പറഞ്ഞു, എന്നെ ആവശ്യബോധത്തോടു കൂടി ഒരാൾ തൊട്ടിട്ടുണ്ട്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവമല്ലേ, ദൈവത്തിനറിയാം ശരീരത്തിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടെങ്കിൽ. പരിശുദ്ധാത്മാവിൻ്റെ ചലനം അപ്പോൾ അറിഞ്ഞു, ആ സൗഖ്യം അവിടെ നടന്നു എന്നുള്ളത് ദൈവത്തിനറിയാം. പക്ഷേ ദൈവത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ദൈവം യേശുവിൻ്റെ യേശുവിങ്കിൽ നിന്ന് നമ്മളൊരു സാക്ഷ്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് സാക്ഷികളാകണം. അപ്പോസ്തലപ്രവൃത്തികൾ 1:8. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നമ്മൾ സാക്ഷികളായിട്ട് നമ്മൾ ലോകത്തിനറ്റത്തോളം നമ്മൾ യേശുവിൻ്റെ ഈ സാക്ഷ്യം പറയണം. ഇന്ന് നമ്മുടെ ആവശ്യം ദൈവത്തിന് ഇത് ഈ ലോകത്തിനുള്ള 1000 കോടിക്ക് വേണ്ടി നമ്മളിത് പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഞാൻ സൗഖ്യമാവും, പക്ഷെ ഞാനിത് 1000 കോടി അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്നത്ര ആൾക്കാരോട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ സൗഖ്യമാവും, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, എൻ്റെ കണ്ണിന് കാഴ്ച തന്നു, ഞാൻ സൗഖ്യമായി, അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു, പല പ്രാവശ്യം അപകടത്തിൽപ്പെട്ടു പോകേണ്ടതായിരുന്നു, പക്ഷേ ദൈവം ഇന്ന് എന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്നു, അതിന് ഞാൻ സാക്ഷിയാണ്, യേശുവിന് സാക്ഷിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിന് ഇതാണ്. ഇത് മറ്റുള്ള ഒരാളെങ്കിലും ഇതറിയുക, ഇതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക.
അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു മറ്റൊരാളെ കാണിച്ചു കൊടുക്കുക. യായിറോസ് എന്ന് പറഞ്ഞ ഒരാൾ തൻ്റെ മകളെ സൗഖ്യമാക്കാനായിട്ട് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്കാണ് യേശു ഇത് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുന്നത്. അതായത് അവളെ കൊണ്ട് അവൾ വിശ്വാസത്തോടു കൂടി വന്ന് തൊട്ടു, അവൾ സൗഖ്യമായി. അപ്പോൾ യേശു അവിടെ നിന്നുകൊണ്ട് തന്നെ അവളെ ഒരു സാക്ഷിയാക്കുക. അവിടെ നിന്ന് അവൾ മുട്ടുകുത്തി അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സൗഖ്യമായി, ഞാൻ ഇത്ര നാൾ ഞാൻ 12 വർഷം രക്തസ്രാവമായിട്ട് കിടന്ന ഒരുവളാണ്, ഞാൻ ആ സെക്കൻഡ് കൊണ്ട് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരീശൻ, ആ യായിറോസ് വലിയ പള്ളിപ്രമാണിയാണ്, പക്ഷേ അവൻ അതിനെക്കുറിച്ച് അറിയില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് പക്ഷേ എന്നാലും അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി ആ കുഞ്ഞിനെയും ആ 12 വയസ്സുള്ള ബാലികയെയും യേശു സൗഖ്യമാക്കി. അത് വേറെ കാര്യം, അതങ്ങനെ നടന്നു, അത് അത്ഭുതമാണ്. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ. ദൈവം യേശു നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, അത്ഭുതമാക്കും. അതിന് ശേഷം ദൈവം പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി പേരുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വഴിയരികിൽ നിന്ന് വിളിക്കുന്ന ഒരു കുരുടൻ, സ്തോത്രം, എന്നെ പോലെ തന്നെയുള്ള ഒരു കുരുടൻ. അപ്പോൾ ആ കുരുടൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത്, അത് എല്ലാവരും പറയുന്നത് അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ വിളിച്ചു പറഞ്ഞതിലല്ല, പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വിളിച്ചു കർത്താവെ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞതല്ല, ഒരൊറ്റ ഒരു വേർഡാണ് അവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ചെന്നൊരു കാര്യം, ഈ യേശു അതിലെ നടന്നു പോകുമ്പോഴത്തേന് ശിഷ്യന്മാരോടും നടന്നു പോകുന്ന പലരോടും ഈ കുരുടൻ പറയുന്നത്, ആരാ പോകുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും യേശു ആണെന്നത്. പക്ഷേ യേശു ആണ് ഇവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ യേശു ആരാണോ ഒന്നും ഇവൻ സുവിശേഷം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞില്ല. പക്ഷേ യേശു അടുത്തെത്തുമ്പോഴത്തേന് അവൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു നിലവിളി ഉയരുവാണ്. അവൻ അവിടെ നിന്ന് നമ്മളവിടെ വായിക്കുന്നത്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കനിവ് തോന്നണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് വെച്ചാൽ കർത്താവേ ദാവീദ് പുത്ര. ആ ഒരൊറ്റ വാചകത്തിൻ്റെ മുന്നിൽ ദൈവം അവിടെ സ്ട്രെക്കായിപ്പോയി, നിന്നുപോയി. നമ്മൾ ആ കനാന്യ സ്ത്രീയെയും ആ സെഞ്ചുറിയനെയൊക്കെ കണ്ട പോലെ, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അനങ്ങാതെ നിന്നതുപോലെ ഈ ദൈവം അവിടെ നിന്നുപോയി. എന്ന് വെച്ചാൽ കർത്താവേ ദാവീദ് പുത്ര എന്ന് പറയുമ്പോഴത്തേന് ആ ദൈവത്തിൻ്റെ പോലും ഒരു നിൽപ്പാണ് നമ്മൾ നോക്കുന്നത്. കർത്താവ് നിന്നുപോയി, സ്തോത്രം. എന്ന് വെച്ചാൽ അതുപോലൊരു കാര്യം എന്ന് വെച്ചാൽ ദാവീദിൻ്റെ ആ ഗൃഹത്തിലാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. യെശയ്യാവ് പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കണ്ണ് കാണാത്തവൻ ഇതെങ്ങനെ മനസ്സിലായി? അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറി അവനെ വെളിപ്പെടുത്തി കൊടുത്തു, സ്തോത്രം. അവൻ പറഞ്ഞു ദാവീദ് പുത്ര, ദാവീദ് എന്ന് പറഞ്ഞ ഒരുത്തൻ. അപ്പോൾ അവൻ എന്താ പറയുക, ഇശായിയുടെ ഒരു വേലക്കാരത്തി എന്ന് വെച്ചാൽ ഒരു അടിച്ചു തെളിക്കാരത്തി, ഒരു അടുക്കളക്കാരത്തിയായ ഒരു എന്താ പറയുന്ന ഒരു ആഫ്രിക്കക്കാരത്തി, ജോലിക്കാരത്തിയിലുണ്ടായ ഒരു മകൻ, ഒരു വെറും കൊള്ളരുതാത്ത ഒരു സ്ത്രീ ആയിരിക്കാം ചിലപ്പോൾ, ജോലിക്കാരി, ആഫ്രിക്കക്കാരത്തിയോ നീക്കിരോയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആ വീട്ടിലെ ഒരു ജോലിക്കാരത്തിയിലുണ്ടായ ഒരു വ്യഭിചാരപുത്രൻ. അപ്പോൾ ആ വ്യഭിചാരപുത്രനെ ബാക്കി 5, 6, 7 മക്കൾമാർ, അവരെല്ലാവരും വലിയ പട്ടാളത്തെ ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാവരും കൂടി ഇവൻ ചത്തുപോയിക്കോട്ടെ എന്ന് കരുതി അവനെ വനത്തിലേക്ക് ആടിനെ അയക്കാൻ വിട്ടേക്കുന്ന. എന്നിട്ടും പക്ഷെ അവൻ്റെ മേളിൽ ഒരു അഭിഷേകം വീണിട്ടുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തവരെ കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. പരിശുദ്ധാത്മാവ് അവനെ നോട്ടം വിട്ട് അവനെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവനെ സിംഹം വന്ന്, നമ്മളവിടെ വായിക്കുന്നുണ്ട് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ, ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും ഒക്കെ ഇറങ്ങി വന്നെങ്കിലും സ്വന്തം ആടിനെ കളയാൻ അവൻ അനുവദിച്ചില്ല. ആ 2 മൃഗങ്ങളെയും ഈ ദാവീദ് കൊന്നുകളഞ്ഞു, സ്തോത്രം. എന്നിട്ട് തൻ്റെ കുഞ്ഞാടുകളെ രക്ഷിച്ചു. ഇന്നുള്ള ഇടയന്മാർ അതിന് നിൽക്കില്ല.
ഇടയന്മാർ ആടുകളെ അവിടെ ഇട്ടിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഇടയന്മാർ ഇന്നുള്ളത്. അതുപോലത്തെ ഇടയന്മാർ ഇന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം. സ്തോത്രം. അപ്പോൾ ആ ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു കാര്യം, അങ്ങനെ ഒരു വ്യഭിചാര പുത്രനായിട്ട് ജനിച്ച ആ ദാവീദിനെ അഭിഷേകം ചെയ്ത ആ പരിശുദ്ധാത്മാവിലൂടെ വന്ന് ആ ശമൂവേൽ പ്രവാചകൻ ആ ദാവീദിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാക്കി വെച്ചു. അങ്ങനെ ആ ദാവീദ് ഗൃഹത്തിലാണ്, ഇത്രയും മോശപ്പെട്ട ഒരു കുലത്തിലാണ് വന്ന് ഈ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്. ആ ദാവീദിൻ്റെ കുലത്തിൽ വന്ന് ആ ദൈവം ഭൂമിയിലേക്ക് വന്ന് യോസഫും മറിയയും ഒക്കെ വന്ന് പിറന്നു. ഇശായി അങ്ങനെ അതിലൂടെ വന്ന് ദൈവം ഭൂമിയിലേക്ക് വന്ന ഈ കാര്യം ആർക്കും അറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനത് അറിയാം. പരിശുദ്ധാത്മാവ് ഈ കുരുടനിലൂടെ അത് അറിയിച്ചു. അവിടെയാണ് ആ ദൈവം സ്ട്രക്കായിപ്പോയി നിന്നുപോയത്. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് കേട്ട് അവിടെ ദൈവം അവിടെ നിന്ന് അവനെ അപ്പം തന്നെ സൗഖ്യമാക്കി. സ്തോത്രം. അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കും, അത്ഭുതമാക്കും. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ഏറ്റവും നല്ല ആയുധങ്ങളായിട്ട് നമ്മൾ തീരുക, ആക്കി കൊടുക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും, അത്ഭുതമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.